ഈ ഐക്യദാർഢ്യ സമ്മേളനം നടക്കുമ്പോൾ നാം ഓരോരുത്തരുടെയും മനസ്സ് വേദനിക്കുകയാണ്. ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയും കൂട്ടക്കുരുതിയും ഒരിക്കലും തന്നെ ഒരു യുദ്ധമായി കാണാൻ കഴിയില്ല. ഒരു ജനതയെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യണം എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ ദിവസവും മനസ്സാക്ഷി മരവിപ്പിക്കുന്ന വിധം അറുകൊലകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ പോലീസ് ചമയുന്നവരാകട്ടെ, അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് അവർക്ക് പിൻബലം നൽകുന്ന പ്രസ്താവനകളും നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. മാന്യമായ രീതിയിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നാൽ ആ രാഷ്ട്രങ്ങളെയും ശത്രു പട്ടികയിൽ ഉൾപ്പെടുത്തി അവരെയും തകർത്ത് കളയും എന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ലോകത്തെ മനുഷ്യ മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്തവരൊക്കെ ആ ജനതയോടൊപ്പം നിൽക്കുന്നു എന്ന് വ്യക്തമാകുന്ന വിധം ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ചെറിയ പ്രകാശകിരണെങ്കിലും കാണുകയാണ്. ബ്രിട്ടൻ അടക്കമുള്ള രാജ്യം പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ നാം അറിയേണ്ട ഒരു യാഥാർത്ഥ്യം, പലസ്തീൻ്റെ മണ്ണ് ജൂതന്മാർക്ക് ഭാഗിച്ചു നൽകുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിരുന്ന രാഷ്ട്രമാണത് എന്ന സത്യമാണ്. ആ രാജ്യത്തിന് തന്നെ ഇന്ന് ബോധ്യമായിരിക്കുന്നു ആ നിലപാടുകൾ തിരുത്തേണ്ടതുണ്ടെന്ന്. കാരണം അത്ര വലിയ അറുകൊലയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലസ്തീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിന് ഏറെ വർഷത്തെ ഈ പോരാട്ടത്തിന് ഏറെ വർഷത്തെ പഴക്കമുണ്ട്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമി ചരിത്ര പ്രസിദ്ധമായ മണ്ണാണ് പലസ്തീൻ. ഒരുപാട് പ്രവാചകന്മാർക്ക് ജന്മം നൽകിയ മണ്ണ്, ഒരുപാട് പ്രവാചകന്മാരുടെ പ്രവർത്തന കേന്ദ്രമായിരുന്ന മണ്ണ്. അതോടൊപ്പം തന്നെ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ വളരെയേറെ മുന്നേറിയ ഒരു മണ്ണ്. ആ മണ്ണ് പിന്നീട് ലോകമഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ്റെ കൈകളിലേക്ക് പോവുകയായിരുന്നു. ബ്രിട്ടനാണെന്ന് തീരുമാനമെടുത്തത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന ജൂതന്മാർക്ക് ഒരു വാഗ്ദത്ത ഭൂമി പലസ്തീനിൽ ഉണ്ടാകണമെന്ന് അവരാണ് തീരുമാനിച്ചത്. ആ തീരുമാനം നടപ്പാക്കുന്നതിന് മുന്നോടിയായി ആ പലസ്തീന മണ്ണ് ലീഗ് ഓഫ് നാഷൻസിൻ്റെ കയ്യിലേക്ക് മാറി. ഐക്യരാഷ്ട്രസഭയ്ക്ക് പകരമുണ്ടായിരുന്ന ലീഗ് ഓഫ് നാഷൻസ്, ആ ലീഗ് ഓഫ് നാഷൻസിൻ്റെ കയ്യിൽ കിടക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഒക്കെ ഓർക്കുന്നുണ്ടാകും, ആ പലസ്തീന മണ്ണിൽ ഈ ഇന്ത്യയുടെ ഒരു ചരിത്ര പുരുഷൻ അന്തിയുറങ്ങുന്നുണ്ട്. അത് മൗലാന മുഹമ്മദ് അലി ജൗഹറാണ്. വട്ടമേശ സമ്മേളനം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് വട്ടമേശ സമ്മേളനത്തിൽ വെച്ചാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ മരിക്കുന്നത്. കലശലായ പനി വരികയും ആ രോഗം മൂർച്ഛിച്ചപ്പോൾ തന്നെ അത് വകവെക്കാതെ അവിടെ വെച്ച് പ്രസംഗിക്കുകയും ഗിവ് മീ ഫ്രീഡം ഓർ ഗിവ് മീ ഗ്രേവ് എന്ന് അന്ന് ബ്രിട്ടൻ ഭരിക്കുന്ന രാജാക്കന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞ മൗലാന മുഹമ്മദ് അലി ജൗഹർ അവിടെ വെച്ച് മരിച്ചു. ജൗഹറിൻ്റെ ജനാദ എവിടെ മറവ് ചെയ്യണമെന്ന്
ഏറെ ആലോചിക്കുന്ന ഘട്ടത്തിൽ സ്വാതന്ത്ര്യം കിട്ടാത്ത ഇന്ത്യയിൽ വേണ്ട എന്ന് തീരുമാനിച്ചവർ അന്ന് ലീഗ് ഓഫ് നാഷൻസിന്റെ കൈവശമുണ്ടായിരുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ ഓരങ്ങളിൽ കൊണ്ടുപോയാണ് മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ മയ്യത്ത് ഖബറടക്കിയത്. കാരണം ആ കാലഘട്ടത്തിൽ അത് ഐക്യരാഷ്ട്ര സഭയുടെ ലീഗ് ഓഫ് നാഷൻസിന്റെ കയ്യിലേക്ക് കൈമാറിയിരുന്നു. 47-ൽ ഇസ്രായേൽ പിറവിയെടുത്തതിന് ശേഷം പിന്നീട് നമുക്കറിയാം പലസ്തീൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രം കൂടി അവിടെ പിറവിയെടുക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇന്ത്യക്കൊക്കെ ഒരു നിലപാടുണ്ടായിരുന്നു. നമുക്കറിയാം പലസ്തീൻ മണ്ണ് അറബികളുടേതാണ്, അതവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചയാളാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. ഗാന്ധിജി തൻ്റെ യങ് ഇന്ത്യയിൽ ലേഖനം എഴുതുക മാത്രമല്ല, ഗാന്ധിജി ലോകത്തോട് പറഞ്ഞു ആ മണ്ണ് അറബികളുടേതാണ്. നമ്മുടെ രാജ്യം എല്ലാ കാലത്തും പിന്നീട് കാത്തു സൂക്ഷിച്ചതും ഗാന്ധിജിയുടെ ആ നയമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ആ കാലഘട്ടത്തിൽ ലോകത്ത് 2 ശാക്തിക രാഷ്ട്രങ്ങളുണ്ട്. ഒരു ഭാഗത്ത് സോവിയറ്റ് റഷ്യയുടെ ചേരി, മറ്റൊന്ന് അമേരിക്കയുടെ ചേരി. ആ റഷ്യയുടെയും അമേരിക്കയുടെയും ചേരിക്കടയിൽ നിന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി പൊരുത്തണമെന്നുള്ള ശക്തമായ തീരുമാനമെടുക്കാൻ അന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തയ്യാറായി. ജവഹർലാൽ നെഹ്റു ആ തീരുമാനത്തിന് പിന്നിലാണ് ചേരിചേരാ പ്രസ്ഥാനമുണ്ടാക്കി. അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം നിൽക്കാൻ ഈജിപ്തിന്റെ ഗമാൽ അബ്ദുൽ നാസറും അതോടൊപ്പം തന്നെ ടിറ്റോയും 3 ത്രിമൂർത്തികൾ ലോകരാഷ്ട്ര നേതാക്കന്മാരെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് അവരന്ന് ചേരിചേരാ പ്രസ്ഥാനമുണ്ടാക്കി പക്ഷിമേടിയുടെ വിഷയം ഏറ്റെടുത്തു. അവരൊരു വലിയ ഇടപെടലുകൾ നടത്തി. പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഇന്ന് അംഗീകരിച്ചു എന്ന് പലരും പറയുമ്പോഴും ആ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന ധീരമായ തീരുമാനമെടുക്കാൻ അന്ന് നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞു. അന്ന് പലസ്തീൻ വിമോചന മുന്നണിയുടെ നേതാവായിരുന്ന യാസർ അറഫാത്തിനെ അന്ന് അമേരിക്ക അടക്കം പലരും മുദ്രകുത്തിയത് ലോക ഭീകരനെന്നാണ്. അന്ന് ഒരു കറുത്ത കുപ്പായ കോട്ട് ധരിച്ച് ഒരു കയ്യിൽ റിവോൾവറും മറുകൈയിൽ ഒരു ഒലിവിന്റെ കൊമ്പുമായി യാസർ അറഫാത്ത് ലോകത്തിന്റെ ശ്രദ്ധാപാത്രമായി. ആ യാസർ അറഫാത്തിനെ ഒരു ലോകരാഷ്ട്ര നേതാവായി അംഗീകരിച്ചുകൊണ്ട് ഡൽഹി വിമാനത്താവളത്തിൽ അന്ന് അവരെ സ്വീകരിച്ചത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. കാരണം അന്ന് പലസ്തീൻ ജനതയോടൊപ്പമാണ് ഇന്ത്യ എന്നുള്ള നമ്മുടെ തീരുമാനമായിരുന്നത്. പിന്നീട് വന്ന ഓരോ കാലഘട്ടത്തിലും കൃത്യമായ നിലപാടുകൾ എടുത്തു. പലസ്തീൻ ജനതയ്ക്ക് അവിടെ സ്വൈരമായി ജീവിക്കാൻ അനുവദിക്കാത്ത വിധം ഇസ്രായേൽ പിന്നീട് അവരുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. തങ്ങൾക്ക് കൊടുത്ത ഭാഗം മാത്രമല്ല, ഓരോ അതിർത്തികളും ലംഘിച്ച് മുന്നോട്ട് പോയി ആ പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ ഇസ്രായേലികൾ അവിടെ വന്ന് അവരൊരു രാഷ്ട്രം സ്ഥാപിക്കുക മാത്രമല്ല, പിന്നീട് പലസ്തീനെ ഈ മണ്ണിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനുള്ള വലിയ നിഗൂഢമായ നീക്കങ്ങളാണ് ഉണ്ടായത്. ആ നീക്കങ്ങളുടെ അവസാനത്തെ അനുഭവങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എത്ര യുദ്ധങ്ങളാണ് അവിടെ നടന്നത്, എത്ര വലിയ തിക്താനുഭവങ്ങളാണ് ഉണ്ടായത്. ആ തിക്താനുഭവങ്ങളും യുദ്ധങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ലോകത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്ന് കൃത്യമായി ഒരു തോന്നലുണ്ടാക്കാനെന്ന് ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, യാസർ അറഫാത്തിന്റെ അവസാന നാളുകൾ രോഗിയായി തന്റെ വീട്ടിൽ കിടക്കുമ്പോൾ പോലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്, അന്നത്തെ വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന അഹമ്മദ് സാഹിബ് ആ യാസർ അറഫാത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന് ധനസഹായം നൽകി ഇന്ത്യയുടെ പിന്തുണ അറിയിക്കുന്ന ഘട്ടത്തിൽ യാസർ അറഫാത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, എന്റെ പെങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഇവർ വരുന്നത് എന്നാണ്. ആ പെങ്ങൾ ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യക്ക് ഒരു നിലപാടുണ്ടായിരുന്നു, മുസ്ലിം ലീഗ് പാർട്ടിക്ക് എക്കാലവും ഒരു നിലപാടുണ്ടായിരുന്നു. രാജ്യത്തിലെ മർദ്ദിതരോടൊപ്പം നിൽക്കുന്ന, നമുക്കറിയാം ഈ പോരാട്ടമായിരുന്നില്ല ഇന്തിഫാദ എന്ന പേരിൽ ഒരു കാലഘട്ടത്തിൽ ഒരായുധവുമില്ലാതെ ഇന്തിഫാദ എന്ന പോരാട്ടം നടത്തിയത് കരിങ്കൽ ചീളുകളുമായിട്ടാണ്. അന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇരച്ചു കയറുന്ന ഇസ്രായേലിന്റെ പട്ടാളത്തെ തങ്ങളുടെ കയ്യിലുള്ള മൂർച്ചയേറിയ കരിങ്കൽ ചീളുകളുമായി ആട്ടിയോടിക്കുന്ന ആ പലസ്തീൻ ജനത, അന്ന് അവരുടെ കൈവശം ഉണ്ടായിരുന്നത് ആ മൂർച്ചയേറിയ കല്ലുകളും അവരുയർത്തുന്ന മുദ്രാവാക്യങ്ങളും മാത്രമായിരുന്നു.
ആ ഇൻതിഫാദ എന്ന പോരാട്ടത്തിന്റെ ചരിത്രം മറന്നിട്ടില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ആ ഇൻതിഫാദയുടെ കാലഘട്ടം. അന്നും മുസ്ലിം ലീഗ് ഇൻതിഫാദക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, റാലികൾ നടത്തിയിട്ടുണ്ട്, പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്, പ്രാർത്ഥനാ സദസ്സുകൾ നടത്തിയിട്ടുണ്ട്. എല്ലാ കാലത്തും നമ്മൾ ആ ചുമതല ഏറ്റെടുത്തു. കാരണം ഇത് മർദ്ദിതരായ ഒരു ജനവിഭാഗത്തിനോടൊപ്പം നിൽക്കേണ്ട ചുമതലയാണ്. അനീതി പ്രവർത്തിക്കുന്നവർ, അധർമ്മം പ്രവർത്തിക്കുന്നവർ, അവർക്കെതിരെ കൈകൊണ്ട് ചെറുക്കാൻ നമുക്കാവണം. കൈകൊണ്ട് ചെറുക്കാനാവില്ലെങ്കിൽ അവരെ നമുക്ക് വാക്കുകൾ കൊണ്ട്, നാവ് കൊണ്ടെങ്കിലും പ്രതിരോധിക്കാനാവണം. നാവ് കൊണ്ടും പ്രതിരോധിക്കാനാവില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കാനാവണം. ഇവിടെ ഇതാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇസ്രായേലിനെ മനസ്സുകൊണ്ട് വെറുക്കുന്നു, നാവ് കൊണ്ട് പ്രതിരോധിക്കുന്നു. ഞങ്ങൾ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. ആ ദൗത്യം ഞങ്ങളുടെ ധർമ്മമാണ്, ഞങ്ങളുടെ കടമയാണ്, കാലം ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. ആ ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. ആ ദൗത്യം ഏറ്റെടുക്കുക മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഒരു യുദ്ധഭൂമിയിൽ പാലിക്കേണ്ട മര്യാദകൾ പോലും പാലിക്കപ്പെടുന്നില്ല. പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് കൊന്നൊടുക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾ, ഈ ഭൂമി എന്താണെന്നറിയാത്ത പിറവിയെടുക്കുന്ന കുഞ്ഞുങ്ങൾ പോലും പടഞ്ഞു മരിക്കുകയാണ്. സ്ത്രീകളെ കൊല്ലുകയാണ്, കുട്ടികളെ കൊല്ലുകയാണ്. എന്തിനാണെന്നറിയാതെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ കയ്യിൽ കിട്ടിയ തൻ്റെ കൊച്ചനുജനെ, അനുജത്തിയെ മാറോട് കൂട്ടിച്ചേർത്ത് ആ കുഞ്ഞുങ്ങൾ ഓടുകയാണ്, അതിർത്തിയിലേക്ക് ഓടുകയാണ്. നിങ്ങളൊന്ന് ഓർക്കുക ആ ദുഃഖകരമായ അവസ്ഥ. ആ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിരിക്കുന്നു. ആ അവസ്ഥയെ നിഷേധിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ലല്ലോ. ദിനം പ്രതി വരുന്ന പത്രങ്ങളിൽ നാം അത് കാണുന്നു. ലോകം മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്നു. ഈ വെടിയൊഴിച്ചൊന്ന് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന, അതാഗ്രഹിച്ച് 2-3 തവണ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയ ഖത്തറിന്റെ ഭരണാധികാരി കേൾക്കുന്നത്, ആ ചർച്ചയ്ക്ക് സംവിധാനം ഉണ്ടാക്കുന്നവരാരാണോ ആ ചർച്ചയ്ക്ക് വേണ്ടി വിളിക്കപ്പെടുന്ന അതിഥിയെ പോലും കൊല്ലാൻ, നേതാക്കന്മാരും പോലും കൊല്ലാൻ അവിടേക്ക് ബോംബർ വിമാനങ്ങൾ അയക്കുന്ന ഇസ്രായേലിനെയാണ്. ലോകത്തെവിടെയും ഇല്ലാത്ത വിധം കൊടും ചതിയും ക്രൂരതയും നിലനിൽക്കുന്ന ഒരു കാലം. ആർക്ക് പ്രതിരോധിക്കാനാകും? ലോകം അതാണ് ചോദിക്കുന്നത്. നാം വിശ്വാസം അർപ്പിക്കുന്നത് സർവശക്തനായ റബ്ബിലാണ്. ആ മനുഷ്യരുടെ പ്രാർത്ഥന, ആ മനുഷ്യർ അനുഭവിക്കുന്ന ത്യാഗം, ഓരോ ദിവസവും കെട്ടിടങ്ങൾ അങ്ങനെ തകർന്നു വീഴുമ്പോൾ ആ തകർന്നു വീഴുന്ന കെട്ടിടത്തിനകത്ത് തൻ്റെ കുഞ്ഞുണ്ടോ, തൻ്റെ അമ്മയുണ്ടോ, തൻ്റെ ഭാര്യയുണ്ടോ എന്ന് അന്വേഷിക്കുന്നവർ, കുട്ടികളെ തേടുന്നവർ, ആശുപത്രികൾ പോലും രക്ഷയില്ല. ഒരു യുദ്ധഭൂമിയിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. വാർത്താ മാധ്യമങ്ങളെ കൊന്നൊടുക്കിയിട്ടില്ല. അത് പലസ്തീനിൽ മാത്രമാണ് നാം കാണുന്നത്. ആ യുദ്ധഭൂമിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനെത്തുന്ന വാർത്താ മാധ്യമങ്ങളെ നിഷ്ഠൂരമായി കൊന്നൊടുക്കുന്ന കാഴ്ച, ആ കുട്ടികളെ കൊണ്ടുപോയ ആശുപത്രികൾ പോലും തകർക്കുമെന്ന് ഭീഷണി മുഴക്കുക മാത്രമല്ല തകർക്കുന്ന കാഴ്ച. ഇത്ര വലിയ ക്രൂരത ഈ ലോകത്തരങ്ങേറുമ്പോൾ ആ ക്രൂരതയ്ക്കെതിരെ പ്രതികരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, 65,000-ലധികം ആളുകൾ അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. 65,000-ലധികം ആളുകൾ. ഇന്നത്തെ കണക്ക് എത്രയാണെന്ന് നമുക്കറിയാൻ കഴിയില്ല. അതിലേറെയും 70% കുഞ്ഞുങ്ങളാണ്, സ്ത്രീകളാണ്. അവരെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത്. ആ ക്രൂരതയുടെ ആഴം എത്രയാണെന്നറിയണം. ഒരു ലോകത്തിലെ മനുഷ്യരെ, ഒരു രാജ്യത്തെ മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കിയിട്ടും അവരുടെ അഹങ്കാരം അവസാനിപ്പിച്ചിട്ടില്ല. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇനിയും അത് തുടരുമെന്നാണ്. ഇനിയും അത് തുടരുമെന്നാണ്. ഈ സന്ദർഭത്തിൽ പ്രതിഷേധിക്കാൻ മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത നമുക്ക് കഴിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൈഡിസത്തിനെതിരായി, രാജ്യത്തവരുണ്ടാക്കുന്ന അപകടകരമായ സാഹചര്യങ്ങൾക്കെതിരായി പൊരുതാനുള്ള കരുത്താണ്. മിനിഞ്ഞാന്ന് വാർത്താ മാധ്യമങ്ങളിൽ ബ്രിട്ടനിൽ പലസ്തീന്റെ പതാക ഉയർത്തുന്ന ഘട്ടത്തിൽ പലസ്തീൻ എംബസിയുടെ ചിഹ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഭരണാധികാരി നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഫ്രാൻസിൽ പാരീസിന്റെ തെരുവിൽ പലസ്തീൻ അനുകൂലമായ പ്രകടനങ്ങൾ നടക്കുക മാത്രമല്ല
ആ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്ന കാഴ്ച കാണുമ്പോൾ ഈ രാജ്യത്ത് മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്തവരുടെ മനസ്സിൽ ആ വേദനയുണ്ട് എന്ന് നാം അറിയുകയാണ്. ആ വേദന ഉണ്ടാകണം. നമുക്ക് ഉറപ്പുണ്ട് ഈ ജനതയ്ക്കൊരു വിജയമുണ്ടാകും. കാരണം നമുക്ക് ഒരുപാട് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് പോകുന്നവർക്കൊക്കെ അങ്ങനെ വലിയ ധിക്കാരികളായിരുന്ന ഒരു സമൂഹത്തെ കൊന്നൊടുക്കിയിരുന്ന, ആ കൊന്നൊടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്നവർ, അത്തരം ഭരണാധികാരികളുടെ ഒരുപാട് അന്ത്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്രൂദിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹാറൂണിനെ കുറിച്ച് പറയുന്നുണ്ട്, ഫറോവയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ചരിത്രങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ അരങ്ങേറിയ മണ്ണാണ് ആ മണ്ണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ മനുഷ്യരുടെ, ലോകത്ത് മുഴുവനുള്ള നല്ല മനുഷ്യരുടെ മനസ്സാക്ഷിയുരുകിയുള്ള അവരുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവിടെ വിജയം ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കരളുരുകി പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ സന്നദ്ധത, ആ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുള്ള നമ്മുടെ നിലപാടുകൾ, ആ നിലപാടിനോടൊപ്പം നിൽക്കാൻ നമുക്ക് സാധിച്ചതിൽ നമ്മൾ അഭിമാനം കൊള്ളുക. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ